നമ്മുടെ കള്ളൻ വളരെ ആക്റ്റീവ് ആണ് കേട്ടോ. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യരെ കള്ളന്മാരാക്കുന്നത്. എന്തായാലും മാധവൻ കട്ടതൊന്നും നമ്മുടെ ഗ്രാമം വിട്ട് പുറത്തു പോയിട്ടില്ല. പിന്നെ പുതിയ കുറച്ച് ഇരട്ട പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇരട്ട പേര് കിട്ടിയത് നമ്മുടെ ക്യാപ്റ്റന് തന്നെയാണ്. എല്ലാരെയും വെറുപ്പിച്ച് കിടക്കല്ലേ. പിന്നെ ചില ഇരട്ട പേരിട്ടവർക്കുള്ള പണി പുറകെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ വീക്കിലി ടാസ്കിന് തുടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ലക്ഷറി ഷോപ്പിങ്ങിനുള്ള പോയിന്റ്സ് കിട്ടാൻ പോകുന്ന ഈ ടാസ്ക് വഴിയാണ്. ചിലർക്ക് അതങ്ങ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയിസ്. അപ്പോൾ ഇതൊരു റിവ്യൂ അല്ല, എന്റെ മനസ്സിൽ കത്തിയ കുറച്ച് കെണികൾ. നെവിനാണെങ്കിൽ ഈ അലമ്പ് യൂണിഫോം ഒക്കെ ഇട്ട് മടുത്തിട്ട് നമ്മുടെ ബാൻഡൊക്കെ പൊക്കി വെച്ചേക്കാണല്ലോ. ഒരു നാൾ കള്ളൻ പിന്നെ പല നാൾ കള്ളൻ എന്നാണല്ലോ. അതുപോലെ കിട്ടുന്ന എല്ലാം കട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. എന്തായാലും നമ്മുടെ ശൈത്യയുടെ ഒരു തോർത്ത് കാണാതായിട്ടുണ്ട് കേട്ടോ. ആരാ കട്ടയെന്ന് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നെ സംശയിക്കാൻ ഒരാളല്ലേ ഉള്ളൂ. നമ്മുടെ സ്റ്റാർ ബാൻഡിന്റെ ടാസ്ക് കുറച്ചു നേരത്തേക്ക് നിർത്തി വെച്ചേക്കുന്നതാണ്. എന്തായാലും ഇനി അതിന്റെ ഇടയിലാണ് ഈ നിവിൻ കേറി സ്റ്റാർ ബാൻഡ് ടാസ്ക് കളിക്കുന്നത്. അപ്പൊ അതൊരു കെണിയാണോ അതോ ഇനി അതൊരു നല്ല കാര്യമായിട്ട് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കിയിരുന്ന് തന്നെ കാണണം. കാരണം ബിഗ് ബോസ് എപ്പോഴും ഇങ്ങനെ കളം മാറി ചവിട്ടുവാണല്ലോ. എനിക്കങ്ങ് ഊഹിക്കാനേ പറ്റുന്നില്ല. എന്തായാലും നിവിൻ സാധാരണ കള്ളനല്ല കേട്ടോ, നിക്കാൻ പഠിച്ച കള്ളനാ. ആൾക്കാർ ഏറ്റവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. സത്യം പോയി നേരിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് വിശ്വസിക്കാനേ പറ്റില്ലാത്തൊരു രീതിയിൽ എല്ലാവരും അത് തള്ളിക്കളയാണ് ചെയ്തത്. ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. എന്തായാലും ഞാൻ എടുത്തു എന്നുള്ളത് നിവിൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അതാരും വിശ്വസിക്കാത്തത് നിവിന്റെ തെറ്റല്ലല്ലോ. അപ്പൊ ആരായി? കള്ളനാണോ? പറയാനും പറ്റില്ല, കള്ളനാന്നും പറയാൻ പറ്റില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നാളെ ഇനി നീ കട്ടെടുത്തതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അന്നേ പറഞ്ഞതല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് നിവിന് തിരിച്ചു ചോദിച്ചാൽ മതി. അവിടെ തീർന്നു. ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാ പോകുന്നത്. ഭയങ്കര മാസ്റ്റർ മൈൻഡ് ആണ്. പിന്നെ നമ്മുടെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ, നിക് നെയിം കൊടുക്കുക എന്നുള്ളത്. ഇരട്ടപ്പേരെ എല്ലാവരും രണ്ടുപേരെ സെലക്ട് ചെയ്യണം. ഇഷ്ടപ്പെടാത്ത ഒരാളെയും ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ സെലക്ട് ചെയ്തതും മിക്കതും നമ്മുടെ അനീഷിനെ തന്നെയാണ്, നമ്മുടെ ക്യാപ്റ്റനെ. അനീഷിനായിരുന്നു നെയിം സെലക്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ഒരു 10-12 പേരുണ്ടേ. മുള്ളം പന്നി, ചൊറിയമ്പുഴു, ഫേക്കൂട്ടൻ, പിന്നെ എന്തൊക്കെയോ ആയിക്കൊള്ളാത്ത കുറെ പേരുകളും മിസ്റ്റർ അപ്പി വരെ നമ്മുടെ അനീഷിന് കിട്ടിയിട്ടുണ്ട് പേരുകൾ. അതിന് മുള്ളംപന്നിയാണ് അനീഷ് സെലക്ട് ചെയ്തത് എന്തായാലും. പിന്നെ നല്ല നിക് നെയിം കിട്ടിയത് അനുവിനും അദിയ നൂറയ്ക്കും ആണ്. അപ്പൊ അവര് സെലക്ട് ചെയ്തത്, അനു സെലക്ട് ചെയ്തത് പാവക്കുട്ടിയും അദില നൂറ പൂമ്പാറ്റ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ടാസ്കിന്റെ ഇടയിൽ അക്ബർ രേണുവിനെ വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചേക്കുന്നത്. അതിന്റെ നല്ലൊരു തിരിച്ചടി പെട്ടെന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാൻ വെറുതെ ചമ്മി. കാരണം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്ത് നമ്മളെ അറിയിക്കുന്നതല്ലാതെ തിരിച്ച് പോയി ഒരു സംസാരം ഞാൻ അവിടെ കണ്ടില്ല. അധികം വൈകാതെ വരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അക്ബർ ഒരു കുഴി തോണ്ടിയെങ്കിലും അക്ബർ മുന്നിൽ വന്നിട്ട് ക്ഷമ പറയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി ആ കുഴിയിൽ വീഴുവോ അതോ രക്ഷപ്പെടുവോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കുറച്ചുകൂടി പോയോ, അതോ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലും എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ ഇടണേ. നമ്മുടെ ശരത്തും അക്ബറും കൂടെ ശരവണ്ണ പുറത്താക്കാനുള്ള പ്ലാനിങ് ഒക്കെ ശരവണ്ണ് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഒന്ന് നന്നായിട്ട് ചൊറിയുണ്ടായിരുന്നു. കാരണം അവരായിരുന്നല്ലോ ആദ്യത്തെ കൂട്ടുകെട്ട്. ഇപ്പോഴല്ലേ അത് പൊളിഞ്ഞത്. പിന്നെ കൂട്ടുകെട്ടും ഗ്രൂപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഗ്രൂപ്പിന്റെ ലീഡർമാർക്ക് ഗ്രൂപ്പിസം ഉണ്ട് എന്ന് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഈ ഗ്രൂപ്പ് കൂടി കളിച്ച പ്രശ്നം എന്നുള്ളത് എനിക്കും മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കൂടാൻ പാടില്ല എന്ന് അങ്ങനെ വല്ല ടാഗ് ലൈനോ റൂൾസോ ഉണ്ടോ? ഇല്ലല്ലോ. ആ ഗ്രൂപ്പ് കൂടി കളിക്കുന്നതിന്റെ ആ ഒരു രസം അത് ഗ്രൂപ്പ് കൂടി കളിക്കുന്ന കണ്ടാലേ കിട്ടുള്ളൂ. അതും ഒരു രസം തന്നെയാണ്. ഈ സ്റ്റേജിലൊക്കെ ഗ്രൂപ്പ് കൂടി കളിക്കുന്നത് തന്നെയല്ലേ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. നമ്മുടെ വീക്കിലി ടാസ്ക് ആണ് നെക്സ്റ്റ്, ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി എന്ന് വെച്ചാൽ അതിൽ ഭാഗ്യമുണ്ട്, പണിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതില് 3 കോയിൻസ് ആണ് വരുന്നത്, റെഡും ബ്ലാക്കും ഗോൾഡും. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള യൂസ് എന്താണെന്ന് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവസാനം ആരുടെയൊക്കെ കയ്യിൽ ഇരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും മിക്കവാറും അതിന്റെ റൂൾസ് എഴുതാൻ പോകുന്നത്. എന്തായാലും ചുമപ്പ് കിട്ടുന്ന ആൾക്ക് എണ്ണം കൂട്ടാം എന്നാണ് പറയുന്നത്. എന്തിന്റെ എണ്ണമാണെന്ന് പറഞ്ഞിട്ടില്ല. ബ്ലാക്ക് കിട്ടുന്നയാൾക്ക് പണിയുണ്ട്, അത് അപ്പൊ തന്നെ കിട്ടും. പിന്നെ ഗോൾഡ് കിട്ടുന്നയാൾക്ക് സൂപ്പർ പവറും കിട്ടുമെന്നാണ്. ഒരു ചെറിയൊരു ബോക്സും അതിലേട്ട് കൈയിടാൻ അതിലും ചെറിയൊരു തുളയും, അതിലേട്ട് കൈയിട്ട് എടുക്കാൻ 20 പേരും കൂടെയാണ് വട്ടം ചുറ്റി നിൽക്കുന്നത്. 20 ഈ 19 പേരുമാണ് വട്ടം ചുറ്റി നിൽക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഈ ടാസ്കിൽ ആർക്കൊക്കെ കല്ല് കിട്ടുന്നോ അവര് മാത്രമാണ് ഈ ടാസ്കിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്.
കല്ല് കിട്ടാത്തവർക്ക് നമ്മുടെ ഫസ്റ്റ് ജയിൽ നോമിനേഷനിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 2 പാർട്ട് ഉണ്ടായിരുന്നു. ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ കല്ലുകളും കയ്യിൽ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ബാക്കി കിടക്കുന്നുണ്ട്. ബിഗ് ബോസ് രണ്ടാമതൊരു ചാൻസും കൂടെ കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആകപ്പാടെ ഒരു 7-8 പേർക്കാണ് കയ്യിൽ കല്ല് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അപ്പോഴേ പുറത്തായി. എന്തായാലും ആദ്യത്തെ ഗോൾഡ് കോയിൻ കിട്ടിയത് അക്ബറിനാണ് കേട്ടോ. അപ്പൊ അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നെക്സ്റ്റ് നോമിനേഷനിലേക്ക് നേരിട്ട് വിടാനുള്ള ഒരു ചാൻസ് ആണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിനാണ് അടുത്ത ട്വിസ്റ്റ്. അടുത്ത റൗണ്ടില് ഒരാള് ഗോൾഡൻ കോയിൻ എടുക്കണം എന്ന് വെച്ചാൽ അക്ബർ പറഞ്ഞു വിടുന്ന ഒരാൾ ഗോൾഡൻ കോയിൻ എടുക്കണം. അതിന് അക്ബർ പറഞ്ഞു വിട്ടത് ആര്യനെയാണ്. ആര്യൻ നെക്സ്റ്റ് റൗണ്ടിൽ ഓടിച്ചെന്ന് ഗോൾഡൻ കോയിൻ എടുത്തെങ്കിലും അത് നിലത്ത് ചാടിപ്പോയി. അപ്പൊ അക്ബറിന് ആ സൂപ്പർ പവർ കിട്ടിയിരുന്നെങ്കിൽ പുറത്തു വിടാൻ ചാൻസ് ഉള്ളത് ശരവണയല്ലേ. ആ ശരവണന്റെ കൈ തന്നെയാണ് ഈ ഗോൾഡ് കോയിൻ ചാടിക്കിടന്ന് കിട്ടിയത്. ശരവണാണെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളാനും അറിയാം. ഇപ്പൊ കുറച്ച് ഭാഗ്യവും കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പൊ കഥ വീണ്ടും മാറും. അങ്ങനെ ആര്യന് ഗോൾഡ് കോയിൻ കിട്ടാതായി കഴിഞ്ഞപ്പോ അക്ബറിന്റെ സൂപ്പർ പവർ പോയല്ലോ. അപ്പൊ അതിനുള്ള പണിഷ്മെന്റ് വേറെ ഉണ്ട്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് നോമിനേഷനിലിട്ട് അക്ബർ അങ്ങ് സെലക്ടഡ് ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കുഴി തോണ്ടിയിട്ടുണ്ട്. അക്ബർ ഇന്ന് മൊത്തം കുഴി തോണ്ടല. എവിടം വരെ എത്തുവോ. എന്തായാലും കറുത്ത കോയിൻ കിട്ടുന്നവർക്ക് പണി അത് അപ്പൊ തന്നെ കൊടുത്തു. 3 പേർക്കാണ് ഈ പ്രാവശ്യം കോയിൻ കിട്ടിയത്. അപ്പൊ 3 പേരിൽ ഒരാൾ കണ്ണ് കെട്ടുക, ഒരാൾ വായ കെട്ടുക, ഒരാൾ നടക്കാൻ പാടില്ല. ആ നടക്കാൻ പാടില്ലാത്ത ആളെ വണ്ടിയിലിട്ട് ബാക്കി 2 പേരും കൂടെ ഉന്തിക്കൊണ്ട് നടക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. അവരെ കുറേ നടത്തി. അത് രണ്ടാമത്തെ റൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോ 4 പേർക്കായി ഈ കല്ല്. 3 പേർക്കായിരുന്നു കിട്ടിയത്. അനീഷ് പിന്നെ അത് എടുത്ത് ഒരെണ്ണം ആര്യന് കൊടുത്ത് ആര്യനെയും കൂടെ കെണിയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. അപ്പോ 3 പേർക്ക് ആദ്യത്തെ 3 ടാസ്കും അതിന്റെ കൂടെ ഒരാൾ ആനയായിട്ട് നടക്കണം. പാവം നമ്മുടെ ആര്യൻ കുറെ നേരം ആനയായിട്ട് നടന്നു. എനിച്ചു വന്നപ്പോ തന്നെ കാലും നിവരുന്നില്ല, നടുവും നിവരുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിച്ചു വന്നത്. എന്തായാലും അത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എടുത്ത് കാര്യങ്ങളൊക്കെ ടാസ്ക് ഒക്കെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് കാണിച്ചത് ആ ടാസ്കിനോട് അത്രയൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊടുത്തില്ലാത്തവണ്ണം എനിക്ക് തോന്നി. എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ റെന ചെയ്തപ്പോ നന്നായിട്ട് ചെയ്തു. ബുദ്ധിമുട്ടിയാണെങ്കിലും ഉന്തിക്കൊണ്ട് നടന്നു കേട്ടോ. അനീഷിന് പിന്നെ ഒരു ടീമിൽ നിൽക്കാൻ ഒരു ഭയവാ, എന്താന്ന് മനസ്സിലാവുന്നില്ല. വളരെ ഭയന്നാണ് ഒരു ടീമിൽ നിൽക്കുന്നത്. ടീമിൽ നിന്നാൽ തന്നെ അതിന്റെ ഉള്ളിൽ കിടന്ന് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ടീമായിട്ട് കളിച്ച പ്രശ്നം എന്നുള്ളത് എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. രണ്ടാമത്തെ റൗണ്ടിൽ 4 പണിക്കപ്പുറം ഒരു 5ാമത്തെ പണിയും കൂടെ ഉണ്ടായി. അവര് നമ്മുടെ കല്ല് നോക്കാൻ ഏൽപ്പിച്ചത് നമ്മുടെ ആസ്ഥാന കള്ളനെയായിരുന്നു. അത് അവർക്കും അറിയില്ലല്ലോ. ആ കല്ലുകളിൽ നിന്ന് കുറെ കല്ലുകൾ നിവിൻ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നിവിൻ ഫസ്റ്റ് തന്നെ ടാസ്കിൽ നിന്ന് പുറത്തായതാണ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് കയ്യിൽ അവസാനം കല്ലില്ലാത്തവരാണ് നമ്മുടെ ജയിൽ നോമിനേഷന് പോകുന്നത്. അപ്പൊ കയ്യിൽ കല്ലുണ്ടെങ്കിൽ ജയിൽ നോമിനേഷനിൽ പോകേണ്ടി വരില്ലല്ലോ. വളരെ ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണുന്നില്ല. അവിടെയും ഞാൻ പാവുക, ഞാനൊരു ഗെയിം കളിച്ച എന്നുള്ള രീതിയിൽ ഒരു ഗോൾഡ് കല്ല് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അക്ബറിന്റെ കയ്യിൽ നിന്ന് ഒരു റെഡ് കല്ല് വാങ്ങിച്ചു കൊണ്ടുപോയി നമ്മുടെ ആര്യന് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ഏകദേശം കാര്യങ്ങൾ അവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നോക്കിയാണ് കളിക്കുന്നത്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ ടാസ്കിന്റെ ബാക്കി കിടക്കണ്ടല്ലോ. ഏത് പുറത്തു പോയി കിടക്കേണ്ട 4 പേര്. നമ്മുടെ ശരവണനാണെങ്കിൽ പുറത്താക്കും എന്ന് ഉള്ള ഒരു ഉറപ്പ് കിട്ടിയേക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറി നിന്നാ കളിക്കുന്നത്. ഇന്നലെ കിടന്നതിന്റെയാന്ന് തോന്നുന്നു. ഇച്ചിരി ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ മരുന്ന് കഴിക്കുന്ന പേരും പറഞ്ഞങ്ങ് മാറിയിരിപ്പാണ് മൂപ്പര്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് പിന്നെ വന്ന് കിടന്നട്ടോ. എന്തായാലും നമ്മുടെ ജിസയിൽ സൂപ്പറാണ് കേട്ടോ. ബാക്കിയുള്ള ഊളകളൊക്കെ പോയി അവിടെ ഇവിടെ ഇരുന്ന് കിടക്കാനുള്ള സെറ്റാക്കി. ജിസയിലാണെങ്കിൽ പറയുന്നുണ്ട് നമ്മളെ രക്ഷിക്കാൻ എന്തായാലും ശരവണനെ എനിച്ചു വരൂല, അതുകൊണ്ട് ശരവണനെ നമുക്ക് രക്ഷിക്കാന്ന് പറഞ്ഞ് ശരവണന്റെ ചുറ്റും ബാക്കിയുള്ളവരുടെ ചുറ്റും കസേരയും മേശയും എല്ലാം പറക്കിക്കൊണ്ടുവന്ന് ചുറ്റും വെച്ച് മതില് കെട്ടി എന്നിട്ടാണ് കിടന്നുറങ്ങാൻ പോയത്. ശൈത്യയാണെങ്കിൽ പണ്ടേ 2 കപ്പലിൽ കാല് വെച്ചാ നിൽക്കുന്നത്. മിക്കവാറും അകത്തുള്ളവരൊക്കെ ശൈത്യനെ പാട്ടിലാക്കിയിട്ട് ശൈത്യനെ തന്നെ പുറത്താക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഫസ്റ്റ് ട്രൈ ചെയ്തതേ ശൈത്യനെ എടുത്ത് അപ്പുറത്ത് കിടത്താനാണ്. നടന്നില്ല. എന്താ ഗിസൈലിന്റെ പ്ലാനിങ് എത്ര സെറ്റപ്പിലാണ് പോയിക്കുന്നത്. എല്ലാരും അങ്ങ് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ കുറച്ച് ഫ്രണ്ട്ഷിപ്പും കുറച്ച് ഗ്രൂപ്പായിട്ടും ഒക്കെ കളിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി, അതൊരു വ്യത്യാസമുള്ള ഒരു കാര്യമല്ലേ. അത് നിങ്ങളും പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.